യുക്രൈനിലെ സ്പോറീഷ്യ ആണവ നിലയത്തിനു നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ വൻ തീപിടുത്തം. ശീതീകരണ ടവർ തകർന്നതായും നിലയത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് കനത്ത പുക ഉയരുന്നതായും ജീവനക്കാരെ ഉദ്ധരിച്ച് രാജ്യാന്തര ആണവോർജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസി സ്ഥിരീകരിച്ചു. യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായ സ്പോറീഷ്യ നിലവിൽ റഷ്യൻ സൈനിക നിയന്ത്രണത്തിലാണ്. ഒന്നിലധികം സ്ഫോടനങ്ങളെ തുടർന്നുണ്ടായ തീപിടുത്തം 3 മണിക്കൂർ നീണ്ടുനിന്നെന്ന് റഷ്യൻ ആണവ കോർപ്പറേഷൻ വ്യക്തമാക്കി. യുക്രൈൻ നടത്തിയ 2 ഡ്രോൺ ആക്രമണങ്ങളിലാണ് തീപിടുത്തമുണ്ടായതെന്നും റഷ്യ ആരോപിച്ചു. നിലയത്തിന്റെ ശീതീകരണ ടവറിന് തകരാർ സംഭവിച്ചെന്ന് യുക്രൈൻ ആണവ കോർപ്പറേഷനും സ്ഥിരീകരിച്ചു. നിലയത്തിൽ റഷ്യൻ ആയുധങ്ങൾ സംഭരിച്ചതാണ് സ്ഫോടനമുണ്ടാക്കിയതെന്ന് യുക്രൈൻ ആരോപിച്ചു. ആണവ നിലയത്തിലെ സ്ഥിതി പരിശോധിക്കുവാൻ അനുവദിക്കണമെന്ന് ഇരു രാജ്യങ്ങളോടും IAEA ആവശ്യപ്പെട്ടു. അതിനിടെ മറ്റൊരു അതിർത്തി പ്രവിശ്യകളിൽ നിന്നുകൂടി റഷ്യ ജനങ്ങളെ ഒഴിപ്പിക്കുവാൻ തുടങ്ങി. കഴിഞ്ഞയാഴ്ച യുക്രൈൻ സൈന്യം മിന്നലാക്രമണത്തിലൂടെ റഷ്യയുടെ അതിർത്തി പ്രവിശ്യയായ കസ്കിൽ 20 കിലോമീറ്ററിലേറെ ഉള്ളിലേക്ക് കടന്നിരുന്നു. 7ാം ദിവസവും ഇവിടെ ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെയാണ് തൊട്ടടുത്ത ബെൽഗോറാദ് പ്രവിശ്യയിലെ ചില ജില്ലകളിൽ ഒഴിപ്പിക്കൽ തുടങ്ങിയത്. നിലവിൽ യുക്രൈനിന്റെ 18% ഭൂപ്രദേശം റഷ്യൻ അധീനതയിലാണ്. റഷ്യയുടെ പ്രദേശങ്ങളിലേക്ക് കടന്നാക്രമണം നടത്തിയത് അവർക്കുമേൽ സമ്മർദ്ദം ചെലുത്തുവാനും അങ്ങനെ നീതി പുനഃസ്ഥാപിക്കാനുമാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. അതേസമയം 28 ഗ്രാമങ്ങൾ യുക്രൈന്റെ നിയന്ത്രണത്തിലാണെന്ന് കുർസ്കിലെ ആക്ടിംഗ് ഗവർണർ അലക്സി സ്മിർനോവ് പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കവെയായിരുന്നു സ്മിർനോവ് 12 നാട്ടുകാർ കൊല്ലപ്പെട്ടതായും 121 പേർക്ക് പരിക്കേറ്റതായും അദ്ദേഹത്തെ അറിയിച്ചത്. യുക്രൈൻ സൈന്യം കീഴടക്കിയ പ്രദേശത്ത് 2000 റഷ്യൻ പൗരന്മാർ ഇപ്പോഴും കഴിയുന്നുണ്ട്. കുർസ്കിന് സമീപമുള്ള ബെൽഗോറോദ് മേഖലയിൽ നിന്ന് 11,000 പേർ ഒഴിഞ്ഞുപോയി. യുക്രൈന് ഉചിതമായ തിരിച്ചടി നൽകുമെന്നും തങ്ങളുടെ പ്രദേശത്തു നിന്നും ശത്രുക്കളെ പുറത്താക്കുമെന്നും പുടിൻ പറഞ്ഞു.